ഇന്നെന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. ഇന്ന് മാർച്ച് 12 എന്റെ ബർത്ത്ഡേ ആണ്. ഈ വീഡിയോ വരുന്നത് ചിലപ്പം 13നോ 14നോ ഒക്കെ ആയിരിക്കും. എഡിറ്റ് ഒക്കെ ചെയ്തിടണ്ടേ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഒന്ന് ഫോൺ നോക്കാണ്. വേറൊന്നുമല്ല, ആരെങ്കിലും വിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയാണ്ട് നമ്മുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് ഒരാൾ വിഷ് ചെയ്യുകയാണെങ്കിൽ, അതും എൻ്റെ സർക്കിളിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവര് എന്നെ വിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ? നമ്മൾ പറയാണ്ട് നമ്മളെ ഓർത്തിരുന്ന് വിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? ആ ടൈമിൽ ഫൈസി വന്നിട്ട് എനിക്ക് ഗിഫ്റ്റുമായിട്ട് വന്നതാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോഴേ ഫൈസിയും ഉമ്മച്ചായും ഹസ്ബൻഡും ഒക്കെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഫൈസി അവൻ്റെ അറിയാറായ പ്രായം തൊട്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാറുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് എന്തെങ്കിലും ഒരു മുട്ടായോ അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ബർത്ത്ഡേ വിഷൊക്കെ എഴുതിയിട്ട് എന്തെങ്കിലും തരാറുണ്ട്. എനിക്കറിയാം ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പേ മാറി ഇരുന്ന് ചെയ്യുമ്പോഴേ എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ട് എന്തോ റെഡിയാക്കാണെന്നുള്ളത്. അപ്പൊ ഞാൻ അറിയാത്ത പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഹഗ്ഗൊക്കെ ചെയ്തു. ആളും വളരെ ഹാപ്പിയാണ്. ഉമ്മച്ച പിന്നെ 1000 രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട്, ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ വയ്യാത്തതുകൊണ്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്ന ഒരു ഗിഫ്റ്റാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നല്ല, പലതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു സംഭവം ചെയ്യുന്നത്. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം. എൻ്റെ വീട്ടുകാർ വരെ ചോദിച്ചു, നീ ഇതിപ്പോ എന്തായി കാണിക്കുന്നത്? അങ്ങനല്ലടോ, ചിലവർക്ക് ചിലവരുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ കൂടുതൽ ആൾക്കാർക്കും കുറെ അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫീലിങ്സ് നമ്മുടെ മാറി മാറിയിരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷമുള്ള ദിവസമായിരിക്കും, സങ്കടമുള്ള ദിവസം കാണും, ഫിസിക്കലി ഇമോഷണലി ഒക്കെ വീക്ക് ആയിട്ടുള്ള ദിവസം കാണും. അങ്ങനെ പല സിറ്റുവേഷൻസും കാണും നമ്മുടെ ലൈഫിൽ. നമുക്കിനി ആരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയല്ലേ. ഇനി ആരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും, ഒരു പോയിന്റില് ഇത് നമ്മൾ തന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് നമ്മൾ തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത്തടെ വരെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് അവരെ നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെക്കാളും വെച്ചിട്ട് അവർക്ക് പ്രയോറിറ്റീസ് കൊടുത്ത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഞാൻ മൈൻഡേ ആക്കാറില്ലായിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ മനസ്സിലായി, നമ്മളെയും കൂടെ ടേക്ക് കെയർ ചെയ്യണം. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾ തന്നെ കണ്ടെത്താൻ കൂടി നോക്കണം. രാവിലെ തന്നെ നിസ്കരിച്ച് ഒരു യാസീനൊക്കെ ഓതി ഈ ഒരു ശീലമാണ് കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ ആകുമ്പോൾ വാപ്പിച്ചി എല്ലാ ബർത്ത്ഡേക്കും കുറച്ച് മുട്ടായിസും 2-3 ലഡു ഒക്കെ ആയിട്ട് വരും. എന്താണെന്നറിയോ? അതൊരു സന്തോഷമാണ്. ഇപ്പം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഒരു മുട്ടായിക്കോ ഒരു ലഡുവിനോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. യാസീൻ ഓതി ദുആ ചെയ്തിട്ട് വരാൻ പറയും. എന്നിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്.